ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്ത് കിളിക്കൂടിൽ രാവിലെ സുഭാഷ് ചേട്ടൻ രാവിലെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിധി അവിടെ ഉണ്ടെന്ന് നിധി ചായ കുടിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുധീഷ് വരുന്നത്. സുധീഷാണെങ്കിൽ വന്ന പാടെ അവളുടെ റൂമിലേക്കാണ് പോകുന്നത്. അവളെ തിരഞ്ഞു പോയതാണ്. നിധി നിധി എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ അവിടെ എങ്ങും ഇല്ല. അപ്പോഴാണ് കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവളെ കണ്ട പാടെ പറയുന്നുണ്ട് വേഗം റെഡിയാവും, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അപ്പോഴേക്കും സുഭാഷ് പറയുന്നുണ്ട് എടാ ചായ എടുത്ത് കുടിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഓ എന്നും ദോശയാണ് സുഭാഷ് ചേട്ടാ, എനിക്ക് മടുത്തോടെ വേറെ ഒന്നും ഇല്ലേന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ടത് വെച്ച് വിളമ്പി തരാൻ സുഭാഷ് ചേട്ടൻ എന്താ ഹോട്ടലാണോ? അല്ലല്ലോ, കഴിഞ്ഞ ആഴ്ചയല്ലേ പുട്ടും ഇഡ്ഡലിയും നൂലപ്പവും എല്ലാം ഉണ്ടാക്കിയത്, എന്നിട്ട് ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ സുഭാഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഹലോ ഹലോ ഹലോ, ഇത് ഞങ്ങളുടെ ഏട്ടനാ, ഇയാളങ്ങോട്ട് കൈയടക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഏട്ടനാ കേട്ടോ എന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അല്ല എൻ്റെ ഏട്ടനാ സുഭാഷ് ചേട്ടൻ, അതുകൊണ്ട് ഞാൻ ഇനിയും പറയും അല്ലേ സുഭാഷ് ചേട്ടാ. അപ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ, ഞാൻ നിങ്ങളുടെ 3 പേരുടെ ഏട്ടനാണ്, അതുപോലെ തന്നെ നിധിയുടെ ചേട്ടനുമാണ്. ഓക്കെ, അങ്ങനെ അവിടെ ഓരോ കുശലങ്ങൾ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ അവൻ വീണ്ടും പറയുന്നുണ്ട് നിധി ഒരു സർപ്രൈസിൻ്റെ വേഗം അങ്ങോട്ട് മാറ്റി വാ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താന്ന് പറഞ്ഞൂടെ? അപ്പോൾ അവൻ പറയുന്നുണ്ട് ഷെടാ എന്നൊന്ന് വിശ്വസിക്ക്, ഒരു സർപ്രൈസാണ്, നീ എന്തായാലും ഹാപ്പിയോ, വാ നമുക്ക് പോകാം, നീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ. പക്ഷെ അവൾ പോകാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് മോൾ പോയി വാ, എടാ സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ അവളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ കാറിൽ പോവാണ് കേട്ടോ. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് ഒന്ന് പറ സുധീഷ്, എന്താ കാര്യം ഒന്ന് പറഞ്ഞൂടെ? അപ്പോൾ അവൻ പറയുന്നുണ്ട് ഓക്കെ ഞാൻ പറയാം, നമ്മൾ തക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട്. എന്താണ് അവിടെ? യൂണിവേഴ്സിറ്റിക്ക് നിനക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടേ? അതിലവളെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ? അതൊക്കെ പറയാം, നിനക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോരെ, അതിപ്പോൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ യൂണിവേഴ്സിറ്റിക്ക് പോവാണ് കേട്ടോ. അവിടെ എത്തിയപാടെ അവൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നതെന്നൊക്കെ. അങ്ങനെ അവർ നടന്നുകൊണ്ട് പോവാണ് കേട്ടോ മാഡത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ടെൻഷനാവും സുധീഷ്, നമ്മൾ ഈ കാര്യം തന്നെ മുന്നേ പോയതാണ്. പക്ഷേ അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു പക്ഷേയും ഇല്ല, നീ ഇങ്ങോട്ട് വാ, ഞാനല്ലേ നിന്നെ കൂട്ടി കൊണ്ടുവരുന്നത്, നമുക്ക് നോക്കാം, നീ വാ നിധി. അങ്ങനെ അവർ നേരെ മാഡത്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവൻ മാഡത്തിനെ വിളിച്ച് കൊണ്ടുവരുന്നുണ്ട്. മാഡം അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഹായ് നിധി. അപ്പോൾ അവളും ഹായ് മാം എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പോയല്ലേ, ഓക്കെ അത് ഞാൻ എടുത്തു തരാം, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഈ ഒരു വെള്ള പേപ്പറിൽ നീ പാസ് ഔട്ടായ വർഷവും പിന്നെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിത്താന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവൾ ഹാപ്പിയോട് കൂടി അത് എഴുതുകയാണ്. അങ്ങനെ മാം അവിടുന്ന് റൂമിലേക്ക് പോകുന്ന സമയത്ത് സുധീഷ് എടുത്ത് പോയിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവൾ നോക്കിയിട്ട് പറയുന്നുണ്ടോ ഇയാൾ എന്തൊരു പഞ്ചാരയാണെന്ന് മനസ്സിൽ പറയാൻ കേട്ടോ ഇവരെ സംസാരം കണ്ടിട്ട്. അങ്ങനെ പിന്നെ അവൾ വീണ്ടും ഡീറ്റെയിൽസ് എഴുതാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മാഡം അകത്തേക്ക് പോയപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ട് ഇവൾക്കൊരു ഒന്നും തോന്നുന്നില്ലേ, പോസിറ്റീവ്നെസ് ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നിധി എല്ലാം പൂരിപ്പിച്ചിട്ട് മാഡത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മാഡം വരുന്നുണ്ട്. അങ്ങനെ അവളോട് പറയുന്നുണ്ട് ഗോൾഡ് മെഡലൊക്കെ കിട്ടി പാസ്സായ കുട്ടിയല്ലേ, എന്തായാലും റെഡിയാക്കും കേട്ടോ, എന്തായാലും മാക്സിമം ഒരു 2 വീക്സ് അതിനുള്ളിൽ നമുക്കിത് റെഡിയാക്കാം. അത് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ശരിക്കും മാം? അപ്പോൾ മാഡം പറയുന്നുണ്ട് അതെ ശരിക്കും 2 വീക്സ് മതി കേട്ടോ, അതിനുള്ളിൽ തന്നെ ശരിയാകും, ഞാൻ എന്തായാലും സുധീഷിന് ഇൻഫോം ചെയ്യാം. പിന്നെ നിങ്ങളുടെ കല്യാണക്കാരിയൊക്കെ പറഞ്ഞു കേട്ടോ സുധീഷ്. എനിവേ കൺഗ്രാറ്റ്സ്, എന്തായാലും റാങ്ക് ഹോൾഡർ അല്ലേ, ഞാൻ പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ. പക്ഷേ ഈ കല്യാണത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ നിധിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവൾ എന്നിട്ട് സുധീഷിനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്, ഇയാൾ എന്തിനാപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞെന്നുള്ളൊരു രീതിക്കാണ് അവളെ നോക്കുന്നത് കേട്ടോ. സുധീഷിൻ്റെ ചിന്തി മറിച്ചല്ല കേട്ടോ, ഇവരെന്തിനാ അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത്, കാരണം അവന് പേടിയുണ്ട്, നിധിക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അങ്ങനെ പിന്നെ മാഡം പറയുന്നുണ്ട് 2 വീക്സിനുള്ളിൽ റെഡിയാകും, ഞാൻ സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കാം, അപ്പം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് സുധീഷിനോട് ഈ കല്യാണക്കാരെന്തിനാ എല്ലാവരോടും നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവൻ അതൊന്ന് പരിങ്ങി എന്നിട്ട് പറയുന്നുണ്ട് അല്ല നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴല്ലേ പോയത്, അതായത് നീ ഈ വർഷം പാസ് ഔട്ട് ആയതല്ലേ, അപ്പോൾ ഒരു സ്ട്രോങ് റീസൺ വേണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ, അല്ലാതൊന്നുമില്ല. അപ്പോൾ പിന്നെ അവൾ തലാട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് എന്തായാലും എന്താ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോവില്ലേ, 2 വീക്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടൂലേ കയ്യിൽ, സന്തോഷമായില്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് നല്ല സന്തോഷമായി, താങ്ക്സ് സുധീഷ് എന്നൊക്കെ അവൾ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് തിരിച്ചു പോരാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആ മാഡത്തിനോട് സംസാരിക്കുമ്പോൾ നിനക്ക് നന്നായിട്ട് പോസിറ്റീവ്നെസ് വന്നില്ലേ? നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് എനിക്കെന്തിനാ പോസിറ്റീവ്നെസ്, നിങ്ങൾ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്, അതിന് നമ്മൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ. അത് കേട്ടപ്പോൾ അവൻ ആദ്യം ഒന്ന് ഡള്ളായിട്ട് പിന്നെ പറയുന്നുണ്ട് അല്ല ഞാൻ ആ മാഡത്തിനോട് സംസാരിക്കുമ്പോൾ നീ നോക്കുന്നത് ഞാൻ കണ്ടല്ലോ, അതെന്തിനാ? അപ്പോൾ അവൾ പറയുന്നുണ്ട് നോക്കാതെ പിന്നെ നിങ്ങളെന്തോ ഒരുമാതിരി കുണ്ടേനെ പോലെ സംസാരിക്കുന്നത്, ഇത് യൂണിവേഴ്സിറ്റി അല്ലേ, നിങ്ങൾ ചുമ്മാ ഷർട്ടിൻ്റെ ബട്ടണൊക്കെ അഴിച്ച് കോളറൊക്കെ പൊന്തിച്ച് തനി കുണ്ടകളെ പോലെ സംസാരിക്കുന്നത്, അതെന്ത് ബോറാന്നറിയോ, ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് വരണ്ടേ. അത് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നടന്നു പോയിട്ടോ. അപ്പോൾ സുധീഷ് ഒന്ന് സ്റ്റക്കായി നിന്നിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ പറയാതെ ഇപ്പം പറയുന്നു, ഓ അപ്പോൾ പോസിറ്റീവ്നെസ് തന്നെ എന്നും പറഞ്ഞിട്ട് പിന്നെ അവളുടെ പിറകെ പോവാണ് കേട്ടോ.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷിനെയും നികേഷിനെയാണ് കേട്ടോ. ഹരീഷ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നികേഷ് അങ്ങോട്ട് വന്നതാണ്. അപ്പം നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ ഇന്നലെ ഇവിടെ ഒരു അടിപൊളി ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി? അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് അയാൾ കൊണ്ടുപോയടാ. അപ്പം നികേഷ് പറയുന്നുണ്ട്, അതുപോലത്തെ ഒരു ബുള്ളറ്റ് എടുക്കണം ഏട്ടാ, അതെൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ ഹരീഷ് പറയാണ്, അതൊക്കെ ഞാൻ വാങ്ങിത്തരും, നീ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, നീ ഇപ്പം നന്നായിട്ട് പഠിക്കാൻ നോക്ക്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതിനൊക്കെ നല്ല പൈസ ആവില്ലേ? പൈസയൊക്കെ ആവും, അതൊക്കെ ഞാൻ ചെയ്തു തരാടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരാൾ വണ്ടി നന്നാക്കാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് വരുന്നത്. അയാളാണെങ്കിൽ ഹരീഷിനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയെന്ന് കേട്ടല്ലോ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, മുടങ്ങിയോ? അതിന് കാര്യമായിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ വന്ന് തീരുമാനിച്ചതായിരുന്നില്ലേ, പിന്നെയും മുടങ്ങിയല്ലേ, എത്ര കാലമായി ഇവൻ പെണ്ണ് നോക്കുന്നത്? ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പുച്ഛിക്കുകയാണ് കേട്ടോ. ഹരീഷിന് നല്ല വിഷമാവുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിഷമാവുന്നത് നികേഷിനാണ്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഡിറ്റോ നികേഷിനോട് പറയുന്നുണ്ട്, ഇതിവിടെ സ്ഥിരമാണടാ, ഓരോരുത്തർ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഹരീഷേട്ടനോട് ചോദിക്കും. അപ്പോൾ ഹരീഷേട്ടൻ അവരെ തല്ലാത്തത് ഭാഗ്യമെന്ന് തോന്നും. അപ്പോൾ ഹരീഷ് അവനൊന്ന് നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ നികേഷിന് അതിലേറെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്താ ചേട്ടാ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നുമില്ലടാ, നീ പോയിക്കോ, ഞാൻ ഉച്ചയ്ക്ക് വരാം കേട്ടോ, നീ ഇപ്പോൾ ചെല്ലെന്ന് പറഞ്ഞിട്ട് നികേഷിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. അപ്പം പോയ പാടത്തേന് ഡിറ്റോനോട് ഹരീഷ് പറയുന്നുണ്ട്, എടാ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അപ്പോൾ ഡിറ്റോ പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനോട് പറയണ്ട, അവനൊന്നും സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഡിറ്റോ തലയാട്ടുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക്